ബിനീഷ് മുരളി സംവിധാനം ചെയ്ത് റോണി ഡേവിഡ് നായകനായ ഒരു പഴഞ്ചൻ പ്രണയം എന്ന സിനിമ കഴിഞ്ഞ ദിവസം സൈനാപ്ലി OTT വഴി റിലീസ് ചെയ്തിരുന്നു. സിനിമ ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടു തീർത്തത്. അപ്പോൾ സിനിമയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഈ സിനിമ ഇറങ്ങിയത് അധികം ആരും അറിഞ്ഞു കാണില്ല. കഴിഞ്ഞ വർഷമാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സൈനാപ്ലി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയത് പോലും ഞാൻ അറിയുന്നത്. അപ്പോൾ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ഒന്ന് കണ്ടു നോക്കി. കണ്ടപ്പോൾ എനിക്ക് ഒട്ടും നിരാശ സംഭവിച്ചില്ല. വളരെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിലെ നായകൻ്റെ പേര് മോഹനൻ എന്നാണ്. ഈ മോഹനൻ ഒരു സ്കൂൾ മാഷാണ്. 40 വയസ്സ് പ്രായമുണ്ട് ഇദ്ദേഹത്തിന്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ഒരു കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പഴഞ്ചനാണെന്നും പറഞ്ഞ് കാണുന്ന പെണ്ണുങ്ങളെല്ലാം അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അദ്ദേഹത്തിന് ആകെ സ്വന്തവും ബന്ധവും എന്നൊക്കെ പറയാൻ ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹമാണെങ്കിൽ സുഖമില്ലാതെ കിടപ്പിലാണ്. അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി അദ്ദേഹം ജോലി ഉപേക്ഷിക്കുന്നു. പകരം കുട്ടികളെ ട്യൂഷനെടുത്ത് കഴിയുന്നു. ഇവർക്ക് ഇടയിൽ അപ്രതീക്ഷിതമായി ഒരു ചെറുപ്പക്കാരി കടന്നു വരുന്നു. അവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. സിനിമയിലെ നായികയായി വരുന്നത് വിൻസി അലൂഷ്യയാണ്. അവരുടെ കഥാപാത്രം വളരെ മികച്ചതായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏത് റോളും വളരെ മികച്ചതായി ചെയ്യാൻ കഴിവുള്ള നടിയാണെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നല്ലൊരു നടിയാണ് വിൻസി അലൂഷി. പിന്നെ സിനിമയിലെ ഈ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധം ശരിക്കും ഒരു പ്രേക്ഷകൻ്റെ കണ്ണ് നിറയിക്കുന്ന കാഴ്ചകളായിരുന്നു. അതോടൊപ്പം വിൻസി അവതരിപ്പിക്കുന്ന മായ എന്ന കഥാപാത്രത്തിൻ്റെ ബന്ധുക്കളെ പറ്റി പറയുകയാണെങ്കിലും അങ്ങനെ തന്നെ നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബം. അവർക്കുമുണ്ട് കഷ്ടപ്പാടുകൾ. ആ കഷ്ടപ്പാടുകളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രമാണ് മായ. അതും നമുക്ക് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ സിനിമ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമ തന്നെയാണ്. എന്തുകൊണ്ടോ ഈ സിനിമ തിയേറ്ററുകളിൽ വിജയമാവാതെ പോയി. അതിന് ഈ സിനിമയ്ക്ക് അധികം പ്രമോഷനൊന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിൽ വിജയമാവാതെ പോയത്. തിയേറ്ററുകളിൽ വിജയമാവാത്ത ഈ സിനിമ OTTയിൽ നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.